സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, അത് സ്വാഭാവികം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും, അത് തീർച്ച. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ചുറ്റും ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിക്ക് പേര് പ്രപഞ്ചം. അത് നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ വേദന കേൾക്കുന്നു, നിങ്ങളുടെ കണ്ണുനീർ കാണുന്നു. നിങ്ങൾ വിളിച്ചാൽ അത് ഉത്തരം തരും. നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങളെ കൈപിടിച്ച് കരയ്ക്ക് കയറ്റും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ പ്രപഞ്ചത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. എങ്ങനെ പ്രപഞ്ചം നിങ്ങളുടെ ഓരോ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കടത്തും, എങ്ങനെ നിങ്ങൾക്ക് ആ ശക്തിയെ നിങ്ങളുടെ കൂടെ നിർത്താം. തയ്യാറാണോ? എങ്കിൽ നമുക്ക് ആരംഭിക്കാം. 1. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ പക്ഷത്താണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഞാൻ തനിച്ചാണ്, ആരുമില്ല? എന്നാൽ അത് തെറ്റാണ്. പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട്. അത് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങൾ കാണാത്ത വഴികൾ അത് കാണുന്നു, നിങ്ങൾ കേൾക്കാത്ത ശബ്ദങ്ങൾ അത് കേൾക്കുന്നു. നിങ്ങൾ ക്ഷീണിച്ചു വീഴുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ ചുമലിലേറ്റും. വിശ്വസിക്കൂ, അതെപ്പോഴും നിങ്ങളുടെ കൂടെയാണ്. 2. പ്രശ്നം എത്ര വലുതായാലും പ്രപഞ്ചത്തിന് അത് ചെറുതാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വലുതായി തോന്നും, ഒരു മല പോലെ. പക്ഷേ പ്രപഞ്ചത്തിന് മുന്നിൽ ആ മല ഒരു മണൽത്തരി മാത്രം. അവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ചെറുതാണ്. അതിനാൽ നിങ്ങളുടെ പ്രശ്നത്തെ വലുതാക്കി കാണരുത്. പറയുക, എന്റെ പ്രശ്നം വലുതാണ്. എങ്കിൽ അത് വലുതായി തന്നെ നിൽക്കും. പറയുക, എന്റെ പ്രശ്നം ചെറുതാണ്. പ്രപഞ്ചം അതിനെ ചെറുതാക്കും, അല്ലെങ്കിൽ പൂർണ്ണമായി ഇല്ലാതാക്കും. 3. പ്രപഞ്ചത്തോട് സംസാരിക്കുക. അതൊരു വ്യക്തിയല്ല, പക്ഷേ അതിനെ കേൾക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഉറക്കെ പറയുക, പ്രപഞ്ചമേ, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു വഴി തരൂ, എന്നെ സഹായിക്കൂ, ഞാൻ ആശ്രയിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കും, അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പറയുക, അല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്നത് പറയരുത്. പ്രപഞ്ചമേ, എനിക്ക് ദാരിദ്ര്യം വേണ്ട എന്ന് പറയരുത്. പകരം, പ്രപഞ്ചമേ, എനിക്ക് സമൃദ്ധി തരൂ എന്ന് പറയുക. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ കേൾക്കും, അത് നിങ്ങൾ ആവശ്യപ്പെട്ടത് തരും. 4. പ്രപഞ്ചത്തിൽ വിശ്വാസം വയ്ക്കുക. വിശ്വാസമില്ലാതെ ഒന്നും നടക്കില്ല. നിങ്ങൾ പറയുന്നു, പ്രപഞ്ചമേ, എന്നെ സഹായിക്കൂ, എങ്കിൽ അത് സഹായിക്കുമെന്ന് വിശ്വസിക്കുക. സംശയിക്കരുത്, ആകാംക്ഷ കാണിക്കരുത്. നിങ്ങളുടെ വിശ്വാസം അതിന്റെ പ്രവർത്തനത്തിനുള്ള ഊർജ്ജമാണ്. വിശ്വാസം കുറഞ്ഞാൽ ഊർജ്ജം കുറയും. പൂർണ്ണ വിശ്വാസത്തോടെ പറയുക, എന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും, പ്രപഞ്ചം എനിക്ക് വഴി കാണിച്ചു തരും. അപ്പോൾ അത് സംഭവിക്കും. 5. പ്രശ്നത്തെ എതിർക്കരുത്, അതിനെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഫ്ലോറൻസ് സ്കോവൽഷിൻ പഠിപ്പിച്ചു, നിങ്ങളുടെ ഭാരം പ്രപഞ്ചത്തിൽ വച്ചേക്കുക. കാസ്റ്റ് യുവർ ബേർഡൻ അപ്പോൺ ദ യൂണിവേഴ്സ്. നിങ്ങൾ പ്രശ്നവുമായി മല്ലടിക്കുമ്പോൾ അത് വലുതാകുന്നു. നിങ്ങൾ അതിനെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു. എങ്ങനെ? പറയുക, ഈ പ്രശ്നം ഞാൻ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നു, അത് ശരിയാക്കട്ടെ. ഞാൻ സമാധാനത്തിൽ വിശ്രമിക്കുന്നു. ഇത് പറഞ്ഞ ഉടൻ നിങ്ങളുടെ മനസ്സിൽ ഒരു ഭാരം കുറയും. പ്രപഞ്ചം പ്രവർത്തിക്കാൻ തുടങ്ങും. 6. പ്രപഞ്ചത്തിന്റെ സമയത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ സമയം പ്രപഞ്ചത്തിന്റെ സമയവുമായി പൊരുത്തപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് വേഗം വേണം. പ്രപഞ്ചത്തിന് ശരിയായ നിമിഷം അറിയാം. അതൊരിക്കലും വൈകില്ല, എന്നാൽ ഒരിക്കലും വേഗത്തിലും പോകില്ല. അതിനൊരു ഘടികാരമുണ്ട്. ആ ഘടികാരം തികഞ്ഞ കൃത്യതയോടെ പ്രവർത്തിക്കുന്നു. അതിനാൽ ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, കാത്തിരിക്കുക. ശരിയായ സമയത്ത് ഉത്തരം വരും, അത് തീർച്ച. 7. പ്രപഞ്ചത്തിൽ നിന്ന് അടയാളങ്ങൾ സ്വീകരിക്കുക. പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കും. ചിലപ്പോൾ ഒരു അന്തർബോധമായി, ചിലപ്പോൾ ഒരു യാദൃച്ഛികതയായി, ചിലപ്പോൾ ഒരു അപരിചിതന്റെ വാക്കിലൂടെ. ഈ അടയാളങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഉത്തരം അവയിലായിരിക്കും. ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊരു വാതിൽ പ്രപഞ്ചം തുറക്കും. ആ വാതിൽ കാണണം, അതിലൂടെ കടക്കണം. അതാണ് പ്രപഞ്ചത്തിന്റെ വഴി. 8. പ്രപഞ്ചത്തിന് നന്ദി പറയുക. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നറിയാമോ? അതിനു മുമ്പേ നന്ദി പറയുക. നന്ദി പ്രപഞ്ചമേ, എന്റെ പ്രശ്നം പരിഹരിച്ചതിന്. നിങ്ങളിത് വിശ്വാസത്തോടെ പറയുക. അപ്പോൾ പ്രപഞ്ചം കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കും. നന്ദി ഒരു ശക്തമായ ആയുധമാണ്. അത് പ്രപഞ്ചത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. നിങ്ങൾ നന്ദി പറയുമ്പോൾ കൂടുതൽ നന്മ നിങ്ങളിലേക്ക് വരും. 9. പ്രപഞ്ചത്തിനു വേണ്ടി വഴിയൊരുക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നു, പ്രപഞ്ചം എന്നെ സഹായിക്കും, എങ്കിൽ നിങ്ങളുടെ പക്കൽ നിന്ന് ഒരു തയ്യാറെടുപ്പ് വേണം. നിങ്ങൾക്ക് ഒരു ജോലി വരുമെങ്കിൽ അതിന് തയ്യാറെടുക്കുന്ന. പുതിയ വസ്ത്രം വാങ്ങുക, റെസ്യൂമേ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഒരു ബന്ധം വരുമെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുക. പഴയ വേദനകൾ ഉപേക്ഷിക്കുക. നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ പ്രപഞ്ചത്തിന് നിങ്ങളെ എത്തിക്കാൻ എളുപ്പമാകും. 10. പ്രപഞ്ചം ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ പ്രപഞ്ചം നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ വിളിച്ചാൽ അത് ഉത്തരം തരും. നിങ്ങൾ ക്ഷീണിച്ചാൽ അത് നിങ്ങൾക്ക് ഊർജ്ജം തരും. നിങ്ങൾ വീണാൽ അത് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഓരോ പ്രാവശ്യവും ഓരോ പ്രശ്നത്തിലും പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട്. ഇതൊരു വാഗ്ദാനമാണ്, ഇതൊരു നിയമമാണ്. അതിനാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണോ? അത് വലുതാണോ, ചെറുതാണോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലേ? എങ്കിൽ ഇന്ന് തന്നെ ഈ 10 കാര്യങ്ങൾ ചെയ്യുക. പ്രപഞ്ചത്തോട് സംസാരിക്കുക, നിങ്ങളുടെ പ്രശ്നം പറയുക, സഹായം ചോദിക്കുക, പൂർണ്ണ വിശ്വാസം വയ്ക്കുക, ഉത്തരം വരും എന്ന്. ആകാംക്ഷ വിടുക, പ്രപഞ്ചത്തിന്റെ സമയത്തെ വിശ്വസിക്കുക. നന്ദി പറയുക മുൻകൂട്ടി തന്നെ. തയ്യാറെടുപ്പുകൾ നടത്തുക, എന്നിട്ട് നിശബ്ദമായിരിക്കുക. പ്രപഞ്ചം പ്രവർത്തിക്കട്ടെ. നിങ്ങൾ കാണും, ഒരു ദിവസം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പ്രശ്നം അവിടെ ഉണ്ടാകില്ല. അതിനു പകരം ഒരു വഴിയുണ്ടാകും.
ഒരു പുതിയ തുടക്കം, ഒരു പുതിയ പ്രഭാതം. ഓർമ്മിക്കുക, പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നു. അത് നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിളിക്കുക, അത് വരും. അത് നിങ്ങളെ കരയ്ക്ക് കയറ്റും.